യെഹെസ്കേൽ പ്രവാചകന്റെ 47 അധ്യായം. ഈ ഭാഗം ഒരു ദർശനമാണ്, പക്ഷേ അത് ഒരു ആത്മീയ സത്യം കൂടിയാണ്. ദർശനം മാത്രമല്ല, ഇന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നത്, നീ എത്ര ആഴത്തിൽ എന്നിൽ നടക്കുന്നു? ദൈവത്തിന്റെ സാന്നിധ്യം ഒരു നദി പോലെ ഒഴുകുകയാണ്. എന്താണെന്ന് വെച്ചാൽ അതിൽ ജീവനുണ്ട്, അതിൽ മാറ്റമുണ്ട്, അതിൽ പരിവർത്തനമുണ്ട്, അതിൽ ഉന്മേഷമുണ്ട്. നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം നമ്മൾക്ക് ശരീരത്തിന് നൽകുന്ന പോലെ ദൈവത്തിന്റെ സാന്നിധ്യം നദി പോലെ ഒഴുകുമ്പോൾ അതിൽ ജീവനുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ 47 അധ്യായത്തില് നമ്മൾ 1-ാമത്തെ വാക്യം നോക്കുമ്പോൾ, അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കിൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്നു വെള്ളം കിഴക്കോട്ടു പുറപ്പെടുന്നതു ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്തു കീഴെ നിന്ന് യാഗപീഠത്തിനു തെക്കുവശമായി ഒഴുകി. എവിടെ നിന്നാണ് ദൈവത്തിന്റെ ജലം പുറപ്പെടുന്നത്? എൻട്രൻസ് ഓഫ് ദ ടെമ്പിൾ. അതാണ് ആദ്യം. എവിടെ നിന്നാണ് ഈ വരുന്നത്? ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ നന്മകൾ, ദൈവത്തിന്റെ ആ എൻട്രൻസിൽ എല്ലാം കിട്ടുന്നുണ്ട്. ഇൻ ദൈ പ്രസൻസ് ദെയർ ഈസ് ഫുൾനെസ് ഓഫ് ജോയ്. അതുപോലെ തന്നെ സങ്കീർത്തനക്കാരൻ 84 പറയുന്നു, എന്ത് മനോഹരമാണ് നിന്റെ മന്ദിരം. യഹോവയുടെ മന്ദിരം എത്ര സുന്ദരമായ മന്ദിരമാണ്. An hour spent in your presence is better than thousands of hours elsewhere. I would rather be the doorkeeper of the house of the Lord than dwell in the house of the wicked. ജലം ദൈവാലയത്തിൽ നിന്നാണ് വരുന്നത്. ആത്മീയ സത്യം എന്താണെന്ന് അറിയാമോ? എല്ലാ അനുഗ്രഹത്തിന്റെയും ഉറവിടം ദൈവമാണ്. എല്ലാ അനുഗ്രഹത്തിന്റെയും ഉറവിടം ദൈവമാണ്. യാഥാർത്ഥ ജീവൻ ദൈവ സാന്നിധ്യത്തിൽ നിന്നാണ് വരുന്നത്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നു. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ. വേറൊരു പാട്ടുണ്ട്, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയായി. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയായി. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമായ യേശുവിനെ നമുക്ക് നോക്കാം ഈ രാത്രിയിൽ. ഇത് വളരെ പ്രധാനപ്പെട്ട സത്യമാണ്. യാഥാർത്ഥ ആത്മീയ ജീവിതം ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മനുഷ്യരിൽ നിന്നോ അതോ ഈവൻ സംവിധാനങ്ങളിൽ നിന്നോ അല്ല വരുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യമാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. എല്ലാത്തിൻ്റെയും ഏതിൻ്റെയും ഉറവിടം ദൈവത്തിന്റെ സാന്നിധ്യമാണ്. എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഒരു ദേവദാസൻ, അദ്ദേഹത്തിന്റെ പേരാണ് ഏഡ്രിയൻ റോജേഴ്സ് എന്ന് പറഞ്ഞ ആ ദേവദാസൻ പറഞ്ഞത്, there is a limitation in Christ. ക്രിസ്തുവിൽ ഒരു പരിമിതിയുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നിട്ട് ആ ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ആ ലിമിറ്റേഷൻ ഈസ് സോ വാസ്റ്റ്. ആ പരിമിതി വളരെ അധികം, വളരെ വിശാലമായ പരിമിതിയാണ്. അതിൽ കിട്ടാത്തതൊന്നുമില്ല. ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് കിട്ടാത്തതൊന്നുമില്ല. ആ മുന്തിരിവള്ളിയിൽ നമ്മൾ ചാഞ്ഞു നിൽക്കുകയാണെങ്കിൽ, അതിൽ ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് ദൈവം തരും. ദൈവത്തിൽ നിന്ന് ലഭിക്കാത്ത ഒരു കാര്യമില്ല. ഹല്ലേലൂയ. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മൾ എപ്പോഴും അനുഗ്രഹം തേടുന്നു കേട്ടോ, അത് സത്യമാണ്. പക്ഷേ ഉറവിടം നമ്മൾ അന്വേഷിക്കുന്നില്ല. അനുഗ്രഹം തേടുന്നുണ്ട്, പക്ഷെ ഉറവിടം അന്വേഷിക്കുന്നില്ല. എവിടെ നിന്നാണ് ഈ ഉറവിടം? നമ്മൾ ഉറവിടത്തോട് ചേർന്നാൽ നദി അങ്ങോട്ട് സ്വയമായിട്ട് അങ്ങോട്ട് ഒഴുകും. ഒന്ന് ഉദാഹരണത്തിന് ഞാൻ പറയാം. ഒരു ഫോണ് ചാർജറിൽ നമ്മൾ കണക്ട് ചെയ്യാതെ, അത് എത്ര നല്ല ഫോണായാലും, ഏറ്റവും ലേറ്റസ്റ്റ് ഫോണായാലും ഉപയോഗിക്കാൻ കഴിയുകയില്ല.
എന്താന്ന് വെച്ചാൽ അത് ചാർജ് ചെയ്യേണ്ടി വരും. അതുപോലെ ദൈവത്തോട് ബന്ധമില്ലെങ്കിൽ ആത്മീയ ശക്തി ഉണ്ടാകില്ല. അത് പഴയ ചാർജ്ഡ് ബാറ്ററിയിലാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ഇലക്ട്രിക് കാർ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പം ഇലക്ട്രിക് കാർ നല്ല പണം കൊടുത്ത് നല്ല തുക കൊടുത്ത് നമ്മൾ വണ്ടി മേടിക്കുകയാണെങ്കിലും ആ വണ്ടി ഓടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചാർജ് ചെയ്യണം വണ്ടി. അപ്പോൾ ദൈവ സാന്നിധ്യം ഇല്ലാതെ നമ്മുടെ ഒന്നും ഫലപ്രദമാകത്തില്ല. ഒരു ആത്മീയ സത്യമാണ്, എല്ലാ അനുഗ്രഹത്തിന്റെയും ഉറവിടം ദൈവമാണ്. യഥാർത്ഥ ജീവൻ ദൈവ സാന്നിധ്യത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഔട്ട് ഓഫ് മൈ ബെലി ഷാൽ ഫ്ലോ ദ സ്ട്രീംസ് ഓഫ് ലിവിംഗ് വാട്ടർ. അടുത്ത ഭാഗത്തോട് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ജീവിതം ഉറവിടത്തോട് കണക്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം ബോംബെ പ്രസംഗിച്ചു. സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ അധ്യായം പ്രസംഗിച്ചപ്പം ഓരോ സ്റ്റേഷൻ ഉണ്ട്, ഓരോ വാക്യങ്ങൾക്കും ഓരോ ഇതിന് സ്റ്റേഷൻ കൊടുത്തു. ബോംബെയിലെ ഒരു ട്രെയിനിന്റെ ഒരു ജേർണി ആയിട്ട് ഒരു വ്യക്തി പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ വണ്ടിയിലേ കയറിയിട്ടില്ല. എന്റെ ചോദ്യം, നമ്മുടെ ജീവിതം ഉറവിടത്തോട് കണക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ അടുത്ത ഭാഗങ്ങൾ പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല, അത് ധ്യാനിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ രാത്രിയിൽ, ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ ജീവിതം ഉറവിടത്തോട് കണക്ട് ചെയ്യാൻ എന്നെ സഹായിക്കണമേ. ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ദൈവമേ, ഞാൻ നിന്റെ ഉറവിടത്തോട് കണക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ എന്റെ എല്ലാ നന്മകൾക്കും ഉറവിടം നീയാണ്. You are the source of all the blessings. എന്റെ ഉറവിടം എന്റെ യേശുവാണ് എന്ന് നമുക്ക് ഏറ്റുപറയാം. രണ്ടാമത്തെ പോയിന്റ്, അളക്കപ്പെടുന്ന ആഴം. അടുത്ത ഭാഗം നോക്ക്, 2-ാമത്തെ വാക്യം. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ടു ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്കു ചുറ്റി നടത്തി കൊണ്ടുപോയി. വെള്ളം വലത്തുഭാഗത്തുകൂടി ഒഴുകുന്നതു ഞാൻ കണ്ടു. വെള്ളം വലതുഭാഗത്തുകൂടെ ഒഴുകുന്നത് ഞാൻ കണ്ടു. ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ കണ്ടു. അത് ആദ്യം കാണുന്ന അവസ്ഥ. ദൂരെ നിന്ന് ഈ നിക്കോദെമസിനോട് യേശു പറഞ്ഞു, നീ ആ സ്വർഗരാജ്യം കാണണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം. ഇവൻ കണ്ടു. അടുത്ത വാക്യം, ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. ആദ്യത്തെ ഭാഗം കാണുന്ന ഭാഗമാ, ദൂരെ നിന്ന് കാണുന്ന ഭാഗം. പക്ഷേ ഈ ദൈവം നമ്മളെ അനുഭവത്തിന്റെ ഒരു അന്തരീക്ഷത്തിലോട്ട് കൊണ്ടുപോകും. ദൈവത്തിന്റെ ഉറവിടം, ആ യേശു എന്ന് പറഞ്ഞ ഉറവിടം, ആ സോഴ്സിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾക്ക് കാണുവാൻ സാധിക്കും. പാടിയാ പോരാ കേട്ടോ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ, എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ, എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. അതൊരു അനുഭവമാണ്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ, അതൊരു കാഴ്ചയാ. പക്ഷെ അടുത്ത ഭാഗം, എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. ആ പിളർന്നു പോകുന്നതായ ആ പാറ അല്ലെങ്കിൽ ആ ചെങ്കടല്, അത് ഒരു അനുഭവമാണ്. ആ ഒരു അനുഭവത്തിലോട്ട് ദൈവം നമ്മളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വളരെയധികം ക്രിസ്ത്യാനികള് ഈ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറയുന്നുവെങ്കിലും കാണുന്ന ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു അനുഭവത്തിലാണ് മിക്കവാറും ആൾക്കാര്. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ അനുഭവത്തിൽ എല്ലാ ദിവസവും ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിന് കൂടെ തന്നെ ആ ചെങ്കടൽ രണ്ടാകുന്നത് അനുഭവപ്പെടും, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ അനുഭവപ്പെടും. ഇന്നും ഞാൻ എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ടുന്ന കാര്യങ്ങൾ എന്റെ കർത്താവായ യേശു ക്രിസ്തു എന്നോട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് എനിക്ക് വളരെയധികം ക്രൈസിസ് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ഐ എം ടോക്കിംഗ് അബൌട്ട് ലെസ് ദാൻ ഫ്യൂ ഡേയ്സ്. പക്ഷെ എന്റെ ദൈവം എന്നെ ഒരു സ്വപ്നം കാണിച്ചു, ഭയങ്കര ഡീപ് സ്വപ്നം. രാവിലെ എണ്ണിച്ചു. ഞാൻ ആ സ്വപ്നം ഡ്രീം ജേർണൽ എന്ന് പറഞ്ഞൊരു ഫയലിൽ ഞാൻ എഴുതി വെച്ചു. അത് ഞാൻ ഇരുന്ന് അത് ഇന്റർപ്രിറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ആശ്വാസം, എനിക്കൊരു വിശ്വാസം, എനിക്കൊരു ഭയങ്കരമായ ഒരു ധൈര്യം വന്നു ദൈവത്തിൽ നിന്ന്. ആ ഒരു ധൈര്യത്തിൽ കൂടെ ഒളിച്ചിരിക്കുന്ന ഏലിയ പ്രവാചകൻ ഒരു അടകഴിച്ചിട്ട് ഓടി അങ്ങോട്ട് ഒരൊറ്റ ഓട്ടം.
ശക്തിയാൽ ഏലിയ പ്രവാചകൻ ഓടുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ആ കാണുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ തമ്പുരാൻ നമ്മളെ കൊണ്ടുപോകുന്നത് എന്താണെന്നറിയാം? ഒരു അനുഭവത്തിന്റെ ആ ഒരു ലെവല്. അതാണ് ഇവിടെ പറയുന്നത്. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ടു നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളം ആയി. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. എന്നെ വെള്ളത്തിൽ കൂടി, ഹല്ലേലൂയ, എന്നെ വെള്ളത്തിൽ കൂടി, എന്നെ അനുഭവത്തിൽ കൂടി, എന്നെ വിശ്വാസത്തിൽ കൂടി കടക്കുമാറാക്കി. 4-ാമത്തെ വാക്യം, അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അത് എനിക്ക് കടപ്പാൻ വഴിയാത്ത, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അത് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി, വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. ആദ്യത്തെ ഭാഗം കാല് തൊടുന്ന ഒരു അനുഭവം. ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ ബീച്ചിൽ പോകുമ്പോഴേ ഇച്ചിരി അങ്ങോട്ട് വെള്ളം തൊടുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് തുള്ളിച്ചാടും. പക്ഷെ ശരിക്കും നീന്തുന്നവരത് കണ്ടാ ചിരിക്കും കേട്ടോ. അവര് പറയും, എന്താ വാടായി കാണിക്കുന്ന നീ, കുറച്ച് വെള്ളം കണ്ട് വെറുതെ ചാടുന്ന എന്തിനാ? അതാ കുറച്ച് ക്രിസ്ത്യാനികൾ ഇന്ന് വെറുതെ ഇരുന്ന് ചാടും. ചാടുന്നത് കൊണ്ടല്ല, നിങ്ങളെ വെള്ളത്തിന്മേൽ നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടോ ദൈവം? നിങ്ങളെ വെള്ളത്തിന്മേൽ ഇറങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ? ആ മുട്ടോളം അരയോളം അത് നീന്തിയിട്ടല്ലാതെ എനിക്ക് നടക്കാൻ വയ്യാത്ത ഒരു ലെവലിലോട്ട് എന്റെ ദൈവമേ എന്നെ കൊണ്ടുപോകണമേ. ദൈവം നമ്മെ ഓരോ ഘട്ടമായി വളർത്തുകയാണ്, ഓരോ ലെവലില്. ഒരു കാലത്ത് ഞാൻ എൻ്റെ തമ്പുരാനെ നോക്കുന്നത് ഒരു പ്രൊവൈഡർ ആയിട്ടായിരുന്നു. പക്ഷെ കുറെ വർഷം കഴിഞ്ഞ് ഞാൻ എൻ്റെ തമ്പുരാനെ നോക്കുന്നത് എന്നെ പണിയുന്ന ഒരു ദൈവമായിട്ടാ. എന്നെ പണിയണം ദൈവം. എനിക്കിഷ്ടമാണ് പണിയുന്നത്, ഭയങ്കര പ്രയാസമാണ്. പക്ഷെ പണിയുമ്പോൾ വളരെ നല്ലതാ. ഒരു ബിൽഡിംഗ് അങ്ങോട്ട് പണിഞ്ഞു വരുമ്പോഴേ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും കുറെ നാൾ കഴിഞ്ഞ് ആ ബിൽഡിംഗ് ഒക്കെ കാണുമ്പം ആൾക്കാർ വന്ന് പിക്ചർ എടുക്കുന്ന എന്തിനാണെന്നറിയാം? ആ ബിൽഡിങ്ങിന്റെ സ്കൈ സ്ക്രേപ്പറിന് മുമ്പിൽ നിൽക്കുമ്പോൾ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തമ്പുരാൻ നമ്മളെ പണിയുമ്പം ആ പണിയുന്ന സമയത്ത് ഒരു ബ്രേക്കിംഗ് ഉണ്ട്, ഒരു മേക്കിംഗ് ഉണ്ട്, ഒരു മോൾഡിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ നല്ല വിധത്തിൽ നല്ല സുന്ദരനായി വളർത്തി ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുമ്പം നല്ല രസമാണ്. ഇതൊരു ആത്മീയ ജീവിതത്തിന്റെ പ്രോഗ്രഷനാണ്. ആങ്കിൾ ലെവൽ എന്ന് പറഞ്ഞ ആരംഭ ലെവലാ. ഞാൻ പറഞ്ഞില്ലയോ, നമ്മളെ വെള്ളം കാണുമ്പോൾ ചാടുന്ന ഒരു ലെവല്. മുട്ടോളം എന്ന് വെച്ചാൽ പ്രാർത്ഥന. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോകണം. മുട്ടോളം, അതാണ് പ്രാർത്ഥന. ഒരു പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥന നമ്മൾ ഓരോ ചെറിയ ചെറിയ ഷോപ്പിംഗ് ലിസ്റ്റും വെച്ച് പ്രാർത്ഥിക്കുന്നതല്ല. പ്രാർത്ഥന എന്ന് വെച്ചാല് വ്യത്യാസമുണ്ട്. പ്രാർത്ഥന എന്ന് വെച്ചാൽ ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ഒരു കോൺവെർസേഷൻ. ഏത് സമയത്തും കണ്ണു അടച്ചിരുന്ന് കുറച്ചു നേരം അന്യഭാഷ പ്രാർത്ഥിക്കുമ്പം എന്തൊരു സുഖമാണെന്നറിയാമോ? എന്തൊരു സുഖമാണെന്നറിയാമോ? ഒരുവൻ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പം അവൻ മനുഷ്യനോടല്ല പ്രാർത്ഥിക്കുന്നത്, അവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. നമ്മുടെ കൂടുതലും പ്രാർത്ഥന മറ്റ് സഹോദരി അല്ലെങ്കിൽ സഹോദരൻ കേൾക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയെ ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. മുട്ടോളമുള്ള പ്രാർത്ഥന, മുട്ടോളം. പിന്നെ അടുത്ത ലെവലാണ് സമർപ്പണം. അത് അരയോളം എന്ന് വെച്ചാൽ ഒരു സമർപ്പണ ജീവിതം, ഒരു സമർപ്പിച്ച ജീവിതം. ഈ പ്രാർത്ഥന കഴിഞ്ഞാലേ സമർപ്പണം വരത്തുള്ളൂ കേട്ടോ. ഏത് ഭാഗം ഏതെങ്കിലും വചനത്തിലെടുത്താലും നമുക്ക് കാണാൻ പറ്റും. പ്രാർത്ഥന കഴിയുമ്പോൾ ഉടനെ സമർപ്പണം വരുന്നുണ്ട്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഇഫ് യു ലാക്ക് വിസ്ഡം യു മേ ആസ്ക് ഓഫ് ഇറ്റ്, ഹി മേ ഗിവ് ഇറ്റ് ലാവിഷ്ലി വിത്തൗട്ട് ഫൈൻഡിങ് റിപ്രോച്ച് ആൻഡ് ഫോൾട്ട് ഇൻ യു. പക്ഷെ അടുത്ത ഭാഗം പറയുന്നത്, നീ യാചിക്കുമ്പോൾ നീ പരിപൂർണ മനസ്സോടെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ യാക്കോബ് 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവം. എന്തുകൊണ്ട്? നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഫോർ യുവർ ഓൺ പ്ലഷേഴ്സ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ ഒരു സമർപ്പണം വരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ യാക്കോബിന്റെ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തില് ആ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ യാക്കോബ് എഴുതുന്നത് എന്താണെന്നറിയാമോ? സബ്മിറ്റ് യുവർ സെൽഫ് ടു ഗോഡ്, റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹി വിൽ ഫ്ലീ ഫ്രം യു. നിങ്ങൾ സമർപ്പിക്കുക. ആ സമർപ്പണം വരുന്നത് പ്രാർത്ഥന കഴിഞ്ഞാണ് സമർപ്പണം വരുന്നത്. അടുത്തത് നീന്തല്, പൂർണ്ണ നിയന്ത്രണം.
പൂർണ്ണ കൺട്രോള് ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുക. മുറ്റും ഞാൻ തരുന്നിതാ ഭൂനിഷേബ മുഴുവൻ, സർവവും എനിക്കേച്ചിൽ. പൂർണ്ണ നിയന്ത്രണം ദൈവത്തിന് കൊടുക്കുക. നീന്തുന്ന നിലയിൽ എന്തോ സംഭവിക്കുന്നറിയാമോ? നിങ്ങൾക്കോ എനിക്കോ നിയന്ത്രണമില്ല. പിന്നെ ആരാ നിയന്ത്രിക്കുന്നത്? ദൈവമാ നിയന്ത്രിക്കുന്നത്. ദൈവമാ നിങ്ങളെ നയിക്കുന്നത്. ആദ്യത്തെ ഭാഗം ഞാൻ ചോദിച്ചല്ലോ, നിങ്ങൾ കയറിയിട്ടുണ്ടോ ഈ വണ്ടിയില്? നിങ്ങളുടെ ജീവിതം ഉറവിടത്തോട് കണക്ട് ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം എന്റെ ഇതാണ്, നിങ്ങൾ ഏത് നിലയിലായിപ്പം? വെള്ളം കണ്ട് തുള്ളുവാന്നോ, അതോ വെള്ളത്തിന്റെ അവിടെ പോയിട്ടില്ലയോ? അത് മുട്ടോളമാണോ ഇരിക്കുന്നത്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാന്നോ? അരയോളം അല്ലെങ്കിൽ നീന്തിക്കൊണ്ടിരിക്കുവാന്നോ? നിയന്ത്രണമില്ലാതെ ദൈവത്തിന് കംപ്ലീറ്റ് നിയന്ത്രണം കൊടുത്തിട്ട് നമ്മളൊരു ഭയങ്കരമായ വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കുകയാണോ? ഏത് നിലയിലാണെന്നുള്ളതിന്റെ ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ട്, എന്റെ കയ്യിലില്ല നിങ്ങളുടെ ഉത്തരം. അടുത്ത ഭാഗം, അവൻ എന്നോട് മനുഷ്യപുത്ര കണ്ടുവോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടക്കി ചെല്ലുമാറാക്കി. ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. ഹൈലൈറ്റ് ചെയ്ത്, അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബായിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. ഒഴുകി കടലിൽ വീഴുന്നു. എപ്പോൾ? ഈ വചനത്തിൽ ഡെഡ് സീ എന്നൊരു പേര് നമുക്കിവിടെ കാണുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ കിഴക്കോട്ടുള്ള സമുദ്രം ഈ ഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ ജീവനില്ലാത്ത ഉപ്പുവെള്ളം ആയിരുന്നു. ദൈവത്തിന്റെ നദി അതിനെ സുഖപ്പെടുത്തുകയാണ്. അതായത് ദൈവം മരിച്ച അല്ലെങ്കിൽ ജീവനില്ലാത്ത അവസ്ഥകളെയും ജീവിപ്പിക്കുന്നു. ജീവനില്ലാത്ത അവസ്ഥകൾക്ക് ജീവൻ കൊടുക്കുകയാണ്. അടുത്ത വാക്യം, എന്നാൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. ദൈവത്തിന്റെ ജീവനുള്ള ജലം ഒഴുകുന്നിടത്ത് അവിടെ ജീവൻ വരികയാണ്. അവിടെ ഭയങ്കര ഉന്മേഷം വരികയാണ്. ഈ ജലം ഒഴുകുകയാണ്. പക്ഷെ ആ പോകുന്ന പോക്കില് ആ അവസ്ഥകൾക്കൊരു മാറ്റം കൊണ്ടുവരികയാണ്. എല്ലാം ജീവനോട് മാറുകയാണ്. ഇതാണ് ദൈവത്തിന്റെ ശക്തി. ദൈവത്തിന്റെ സാന്നിധ്യം മരിച്ച സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഉന്മേഷമില്ലാത്ത സ്ഥലങ്ങളിൽ, ഹോപ്പ്ലെസ് സിറ്റുവേഷനില് ജീവൻ കൊടുക്കുകയാണ്. എവിടെല്ലാം നദി ഒഴുകുന്നു അവിടെല്ലാം ജീവൻ വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഡെഡ് സീ ഏതാണ് നമ്മുടെ ജീവിതത്തിൽ? നമ്മളുടെ മനസ്സാണോ? അതോ നമ്മുടെ കുടുംബമാണോ? അതോ നമ്മുടെ ശുശ്രൂഷയാണോ? അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയാണോ? ഏതെങ്കിലും ആകട്ടെ, ദൈവത്തിന്റെ നദി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവിടേക്ക് ഒഴുകട്ടെ. ചിലവർക്ക് ഹോപ്പ്ലെസ് സിറ്റുവേഷനാ. പ്രാർത്ഥിക്കും, പക്ഷേ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ നിരാശ വർദ്ധിക്കുകയാണ്. പ്രത്യാശ പോയി നിരാശ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഡ്യുവൽ ക്യാരക്ടറാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിലും നിരാശ കൊണ്ട് ഇന്നിച്ചു വരികയാണ്. അത് നല്ലൊരു അന്തരീക്ഷമല്ല കേട്ടോ. ആരാണ് എനിക്കറിയില്ല, പക്ഷെ ആരാണ് ഇത് കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ നദി അവിടെ ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ അവസ്ഥകൾക്കൊരു മാറ്റം വരട്ടെ, ജീവിതത്തിനൊരു മാറ്റം വരട്ടെ, ജീവിത ശൈലിക്കൊരു മാറ്റം വരട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ അവസ്ഥ ഒരു പർവ്വതമാക്കി മാറ്റാതെ പർവ്വതം യേശുവിന് കൊടുക്കുക. യേശു അവിടെ അങ്ങോട്ട് നദി ഒഴുക്കും. വ്യത്യാസം വരുമെന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹോപ്പ്ലെസ് സിറ്റുവേഷനിൽ ഇത് പറ്റത്തില്ല, ഇത് സാധിക്കത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ ആ ജീവജലം അവിടെ നദി ഒഴുകുമ്പോൾ അവിടെ വ്യത്യാസം വരുന്നുണ്ട്. അടുത്ത ഭാഗം 12ാമത്തെ വാക്യം, നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. സകലവിധ, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത, അണ്ടർലൈൻ ചെയ്യ, സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല. അത് ഹൈലൈറ്റ് ചെയ്യ, അവയുടെ ഇല വാടുകയില്ല. എനിക്ക് DGS തിരക്കരന്റെ ഒരു പഴയ പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ, കണ്ടുവന്നു വിളിച്ച ദേവൻ കൈവിടുമോ നിന്നെ, കണ്ടുവന്നു
വിളിച്ച ദേവൻ കൈവിടുമോ നിന്നെ? അതുകൊണ്ട് വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ. സകല വൃക്ഷങ്ങളും വളരും. ഒരു പ്രോസ്പെരിറ്റി, നമ്മൾ പ്രോസ്പെരിറ്റി പ്രസംഗിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ പ്രോസ്പെരിറ്റി വേദപുസ്തകത്തിലുണ്ട്. അവയുടെ ഇല വാടുകയില്ല. സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വാക്യം പറയുന്നത്, ഈസ് ലൈക്ക് എ ട്രീ ദാറ്റ് ഈസ് പ്ലാന്റഡ് ബൈ ദ സ്ട്രീംസ് ഓഫ് വാട്ടർ വിച്ച് yields its fruit in season. Whatever he does prosper. ഇല വാടിപ്പോകത്തില്ലെന്നേ. ഇത് വാടിപ്പോകത്തില്ലെന്നേ. റൂമിനകത്ത് ഒരു ചെറിയ ചെടിയുണ്ട് കേട്ടോ. ഞാനൊന്നും ചെയ്യത്തില്ല, എൻ്റെ വൈഫാ ചെയ്യുന്നത്. പുള്ളിക്കാരി എല്ലാ മണ്ടയും കുറച്ച് വെള്ളം ഇടും. അതുകൊണ്ട് എന്തുവെന്നറിയാം, അത് വാടിപ്പോകുന്നില്ല. ഞങ്ങൾ നാട്ടിൽ പോയപ്പം എൻ്റെ സണ്ണിലോ വന്ന് വെള്ളം ഇട്ടു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇല വാടിപ്പോകുന്നത് നമ്മൾ ഇത്രയും ചിന്തിക്കുന്നുണ്ട്, അത് വെള്ളം ഇടാൻ വേണ്ടി ഇവൻ മരുമോനോട് വരും പറയുന്നുണ്ട്. എങ്കിൽ നമ്മുടെ ഇല വാടുമ്പം നമ്മുടെ തമ്പുരാനോട് പറയുന്നുണ്ടോ, ഇച്ചിരി വെള്ളം ഒന്നിട്ടേക്ക് കേട്ടോ, വെള്ളം ഒന്നിട, ഞാൻ വാടിപ്പോകുന്നതിന് മുമ്പ്. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും, ദിവസം തോറും അല്ല കേട്ടോ, മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. വൃക്ഷങ്ങൾ ഫലം കായ്ക്കുകയാണ് ഇവിടെ. ഇലകൾ സൗഖ്യത്തിനായി ഉപയോഗിക്കുകയാണ്. ദൈവത്തിൽ നിൽക്കുന്നവന്റെ ജീവിതത്തെ കുറിച്ചായി പറയുന്നത്. ഒരു സ്ഥിരമായ ഒരു ഫലം, മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം പകരുന്ന ഒരു ജീവിതം, സൗഖ്യത്തിന്റെ ഉറവിടമാണ് ഈ യേശു. ഈ അടുത്ത ഭാഗത്തോട്ട് പോകുമ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരു അനുഗ്രഹമാകുന്നുണ്ടോ? നമ്മൾ അനുഗ്രഹമാണെന്ന് പറയും കേട്ടോ. പക്ഷേ ആർ വി ദ ബ്ലെസ്സിംഗ് ഫോർ അതേഴ്സ്? Are we blessed so much that we bless other people? Or are we more interested? നമ്മൾക്ക് എപ്പോഴും മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ ദൈവം നമ്മളെ നോക്കും. അടുത്ത ഭാഗം 11-ാമത്തെ വാക്യം. എന്നാൽ അതിന്റെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പുപടനയ്ക്കായി വിട്ടേക്കും. But its swamps and marshes will not be healed. They will be given over to salt. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഒരു ഒഴുക്കില്ലെന്നേ. ഒന്ന് ചിന്തിച്ചു നോക്കേ. ഒരു കുപ്പി വെള്ളമിട്ട് ആ ഒരു ബോട്ടിൽ വെച്ച കുറെ നാൾ വെച്ചാൽ അതിന് ഒരു മൂവ്മെന്റും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ചെറിയ വ്യത്യാസം വരും. അത് ഒഴുക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രസംഗം കേൾക്കുന്നു അല്ലെങ്കിൽ വേദപുസ്തകം വായിക്കുന്നു എങ്കിലും ഒരു ഒഴുക്കില്ലെന്നേ. ഈ ഒഴുകുന്നത് എപ്പോഴാണെന്നറിയാമോ? മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുമ്പം, മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നമ്മൾ സുവിശേഷം കൊടുക്കുമ്പോൾ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അകത്ത് ജീവന്റെ ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഔട്ട് ഓഫ് എ ബെലി ഷെൽ ഫ്ലോ ദ സ്ട്രീംസ് ഓഫ് ലിവിംഗ് വാട്ടർ. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്? ആർ വി റിയലി സീരിയസ് ഇൻ ബ്ലെസ്സിങ് അതർ പീപ്പിൾ? ഒരു ഒഴുക്കില്ലാത്ത ഒരു ജീവിതമാണോ? പണ്ടെങ്ങാണ്ട് ഒരു കാലത്ത് എങ്ങോ ഒരു സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചു, എന്റെ രക്ഷിതാവായി സ്വീകരിച്ചു, ഞാൻ എന്റെ സ്വർഗത്തിലോട്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനിയാണോ നമ്മൾ? അതോ ഞാൻ അന്നത്തെ ദിവസം heaven came down and glory filled my soul when at the cross my savior made me whole. ആ ദിവസം പാടിയ പാട്ട്, ഒരു പാട്ടുണ്ട്, it's bubbling in my soul. എന്റെ അകത്തൊരു ബബ്ലിംഗ് ഉണ്ടോ? ആ ശമരിക്കാരി സ്ത്രീ യേശുവിനെ കണ്ടതിന് ശേഷം ഒരു ബബ്ലിംഗ് ആയിരുന്നു. ആ ബബ്ലിംഗിൽ കൂടെ ആ ശമരിക്കാരി സ്ത്രീയെ ആ ദേശത്തിലോട്ട് തിരിച്ചുപോയി. ആ ശമരിയ സ്ത്രീയെ അവിടെ പോയപ്പോൾ യഹൂദനെ കുറിച്ച് പറയുവാൻ വേണ്ടി ആ ഉന്മേഷമല്ല, വിശ്വാസം തന്നെയല്ല, അതിനുള്ളതായ ആ ഒരു ബബ്ലിങ്, അകത്തുള്ള ഒരു ഭയങ്കരമായ സന്തോഷം കണ്ടപ്പം സമാരിയയിലെ എല്ലാവരും പറഞ്ഞു, ഇതാരാ യഹൂദൻ? നമുക്കൊന്ന് കാണണമല്ലോ, ഒരു ക്രൂസൈഡ് വെക്കാമെന്നേ. നമ്മൾ തിയോളജി ഒന്നും പഠിച്ചിട്ടല്ല കേട്ടോ ഇന്ന് ലോകം മാറുന്നത്. തിയോളജിയെക്കാളും കൂടുതൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് എല്ലാ ദിവസവും ഒരു അനുഭവത്തോടെ ജീവിക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒഴുകുന്നുണ്ടെങ്കിൽ വളരെ വ്യത്യാസമുണ്ട്. ഒരു പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്, നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ ഒഴുകുന്നു തിരികെ വരാതെ വണ്ണം. നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ ഒഴുകുന്നു തിരികെ വരാതെ വണ്ണം എന്ന് വെച്ചാൽ നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ
ഇന്നത്തെ ദിവസം ഞാൻ പറയട്ടെ, രാവിലെ എനിക്ക് മെസ്സേജ് കിട്ടി ഇന്ന് പ്രസംഗിക്കാൻ പറ്റുമോ എന്ന്. 4:30 ഓഫീസ് തീരുന്നത്. വൈകിട്ട് വന്നിട്ട് പ്രസംഗിക്കണം. എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നില്ലെന്നേ, എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ തമ്പുരാൻ എന്നോട് പറഞ്ഞു, സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഉച്ചയ്ക്ക്, എനിക്കറിയത്തില്ല എന്താ പ്രസംഗിക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു ഒഴുക്കുണ്ടെങ്കിൽ ഒരു വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്, നാം ഉറവിടത്തോട് ചേർന്നിട്ടുണ്ടോ? ആദ്യത്തെ ചോദ്യമാണ്. അടുത്ത ഭാഗം ചോദ്യം, നമ്മൾ ആഴത്തിലോട്ട് പോകുന്നുണ്ടോ പോയിട്ടുണ്ടോ എന്നല്ല, പോകുന്നുണ്ടോ. അടുത്ത ചോദ്യം, ദൈവത്തിന്റെ നദി നമ്മുടെ ജീവിതത്തിൽ ഒഴുകുന്നുണ്ടോ? ഇന്ന് ഒരു തീരുമാനം നമുക്ക് എടുക്കണം. നമുക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വേണം. ഞാൻ ആഴത്തിലേക്ക് വരികയാണ് ദൈവമേ, എന്റെ കൈപിടിക്ക്. ഞാൻ നിന്റെ ആത്മാവിൽ മുഴുകും ദൈവമേ. നിന്റെ ജീവിതത്തിന്റെ നദി ഞങ്ങളുടെ ഉള്ളിൽ ഒഴുകട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തെ ഒഴുകട്ടെ കർത്താവേ. വരണ്ട സ്ഥലങ്ങളെ നീ ജീവിപ്പിക്കണേ കർത്താവേ. വരണ്ട അവസ്ഥകൾക്ക് കർത്താവെ ഒരു വ്യത്യാസം വരണമേ കർത്താവേ. ഞങ്ങളെ ആഴത്തിലേക്ക് നയിക്കണമേ, കൊണ്ടുപോകണേ കർത്താവേ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് സൗഖ്യവും ഒരു അനുഗ്രഹവുമായി മാറട്ടെ കർത്താവേ. ഞങ്ങളൊരു അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആമേൻ.